ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിച്ച് നൽകിയ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായി നമ്മെ ഒരുമിപ്പിച്ച് ചേർത്ത് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ദൈവം മനുഷ്യനെ സ്നേഹിച്ച് കൈപിടിച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ആ കൃപയിൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുവാൻ നാം ഉപകരണങ്ങളായി തീരുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 21-ാം തിരുവചനം: അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യരോട് ദയയും കാരുണ്യവും അവരോട് സാഹോദര്യവും പുലർത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും സംസാരവും നമ്മുടെ ജീവിത രീതികളും മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നതായി തീരണം. അപ്പോൾ അയൽക്കാരനോട് ആ സ്നേഹവും താല്പര്യവും പാവപ്പെട്ടവനോട് കരുണയും കാണിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു ധ്യാന വിഷയമാക്കി മാറ്റാം. ഈ ഒരാഴ്ച ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വരാം. അനേകരെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഈശോ ഈ ശുശ്രൂഷയിലൂടെ, ഈ ധ്യാനത്തിലൂടെ, ധ്യാനകേന്ദ്രത്തിലൂടെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന ചോദ്യം, അത് നാളെക്കുറിച്ചുള്ള ചോദ്യമാണ്, ഭാവി അറിയുവാനുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ഭാവി അറിയുവാനുള്ള താല്പര്യമുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ വഴിയിൽ ഭാവി പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ബോർഡും വെച്ചിരുന്നാൽ നിമിഷങ്ങൾക്കകം ഒരു പെരുന്നാളിൻ്റെ ആളവിടെ കൂടും. ഹല്ലേലൂയ. കാരണം എല്ലാവർക്കും ഭാവി അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതായത് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയും ധാരണയുമുള്ള ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നത്. ജെറമ്യാ പ്രവാചന പുസ്തകം 29:11 നമ്മൾ വായിക്കുന്നു. ദൈവം പറയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. എഫേസൂസ് 2:10 നമ്മൾ വായിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള സൽപ്രവൃത്തികളെ, ആ സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം മുൻകൂട്ടി ഇതാ യേശു ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന്. ഹല്ലേലൂയ. അപ്പം നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി അവിടത്തേക്കുണ്ട്. അതനുസരിച്ചാണ് നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്.
ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ഈ ധ്യാന മന്ദിരം എല്ലാം യേശു എന്നും ജീവിക്കുന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരിക്കലൊരു മനുഷ്യൻ മലയാളിയാണ്, ഡൽഹിയിൽ ജോലി ചെയ്തു, കുടിയനായി മാറി. മധ്യപ്രദേശിലും ഇത് തന്നെ പരിപാടിയായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ചു, എപ്പോഴും ശല്യം, ഉപദ്രവം. ഇനി അവസാനം കേരളത്തിൽ വന്ന് 90% ലിവറും പോയിരിക്കുകയാണ് മദ്യപിച്ച്. തൃശ്ശൂർ ഒരു ആശുപത്രിയിൽ പോയി തിരിച്ചു പോരുന്ന വഴിക്ക് ബസ്സിലിരുന്ന ഒരു അപ്പാപ്പൻ പുള്ളിയോട് ചോദിച്ചു, ഈ ഡിവൈൻ എവിടെയാണെന്ന് പറയാവോ? നിനക്ക് എന്തിനാ ഇത് അറിയേണ്ടതെന്ന് ചോദിച്ചയാൾ. അത് അവിടെ ഒരുപാട് രോഗികൾ സുഖപ്പെടുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആശുപത്രിയൊക്കെ പിന്നെ എന്നെ കാണിക്കാനെന്ന് ചോദിച്ചു. അവൻ കുറ്റപ്പെടുത്തിയും ചൂടായിട്ടും സംസാരിച്ചു. ഇയാൾ പിന്നെ ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇറങ്ങിക്കൊള്ളുക. ഈ മനുഷ്യൻ കൊച്ചിയിൽ ചെന്ന് അന്ന് രാത്രി പുള്ളി ഒരു സ്വരം കേൾക്കാൻ തുടങ്ങി, ഡിവൈനിലേക്ക് പോവുക, ഡിവൈനിലേക്ക് പോവുക, ഡിവൈനിലേക്ക് പോവുക. അപ്പോൾ പുള്ളി അന്വേഷിക്കാൻ തുടങ്ങി, ഡിവൈൻ എന്താണ്, എന്താണ് ഇങ്ങനെ സ്വരം കേട്ടത്. അവസാനം പുള്ളി വന്നു. ഞായറാഴ്ച ധ്യാനം തുടങ്ങുന്നു. തിങ്കളാഴ്ച ഒരു മുൻനിരയിൽ പുള്ളിയെ ഇരുത്തി. തിങ്കളാഴ്ച വന്നത്. പുള്ളിക്ക് ഒരു കൈ പൊക്കാൻ പാടില്ല, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കണം. കുറേ നാളായിട്ട് 1-ാം ദിവസം തന്നെ കൈ പൊക്കാനുള്ള രോഗശാന്തി കിട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 5-ാം ദിവസം ആയപ്പോഴത്തേക്കും വലിയ അഭിഷേകം. അപ്പം പുള്ളിക്ക് ലിവർ സിറോസിസ് ആണ്. കക്കൂസി പോയപ്പം കറുത്ത് വിടച്ചിരുന്ന മലം സാധാരണ മലം പോലെയായി കണ്ടു. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി രോഗശാന്തി കിട്ടിക്കാണും. പിന്നെയുള്ള പരിശോധനയിലെല്ലാം പല സ്ഥലത്തും പോയി പരിശോധിച്ചു. അവന് ലിവർ സിറോസിസ് ഇല്ല, അവൻ പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് സേവ്യർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ല കടക്കാവൂർ 5 തെങ്ങിൽ നിന്നാണ് വരുന്നത്. ധ്യാനം കൂടിയപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മനസ്സിനൊരു പ്രത്യേകത, സന്തോഷവും ഒരു ആത്മീയ അനുഭൂതിയും എല്ലാ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോന്നല്ലാത്തൊരു അനുഭൂതി, ഭയങ്കര സന്തോഷം, വചനം ശ്രദ്ധിക്കാനും പിന്നെ അല്ലാതെ എന്ത് പറയാനാ, എന്തെന്നില്ലാത്തൊരു വിവരിക്കാൻ പറ്റാത്തൊരു വചന ശുശ്രൂഷയും അതേ പിന്നെ ആരാധനയിലൂടെ എനിക്ക് എന്തോ പ്രത്യേക ആരോരില്ലെങ്കിലും ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു, പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. ഇതിനോട് പ്രവർത്തിക്കുന്ന എല്ലാ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും ഗുഡ് നൈറ്റ് ചാനലിനും എല്ലാവർക്കും, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും 1000 നന്ദി. ദൈവസ്നേഹത്തിന് ഒന്നാമത്തെ പ്രത്യേകത ആരെല്ലാം മറന്നാലും മറക്കാത്തതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ദൈവസ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആരെല്ലാം ഉപേക്ഷിച്ചാലും. സങ്കീർത്തനം 27:10, സങ്കീർത്തനം 27:10, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും. കേക്ക്, ഓരോ ബൈബിൾ വചന വരികൾക്കിടയിലും പോയോ, ഓരോ ബൈബിൾ വചന വരികൾക്കിടയിലും ഞാനുണ്ടെങ്കിൽ അപ്പൻ അമ്മ എഴുതി കൊടുത്തു വേണമെങ്കിൽ. അപ്പൻ അമ്മ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധി അപ്പൻ അമ്മ. അപ്പോൾ എനിക്ക് ഈ ലോകത്തിലെ സകല മനുഷ്യ വ്യക്തികൾ പ്രതിനിധിയായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നോട് പറയാണ്, ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യ വ്യക്തികളിൽ നിന്നാണോ നീ ആഗ്രഹിച്ച് കിട്ടാതെ അവർ നിന്നെ തള്ളിക്കളഞ്ഞാൽ ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കുകയല്ല. അടുത്ത കാര്യം പറയാ, നിന്നെ എൻ്റെ കൈകളിൽ ഞാൻ സ്വീകരിക്കും. നീ ആരെല്ലാം വലിച്ചെറിഞ്ഞാലും ആ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് നീ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിലല്ല, ഞാൻ നിന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും. ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇതൊരു പേപ്പർ വെയിറ്റ്, അതായത് ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള പേപ്പർ എന്തെങ്കിലും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന പേപ്പർ വെയിറ്റ്. അപ്പം ഞാൻ ആ പേപ്പർ വെച്ചതെങ്കിൽ ഈ പേപ്പർ വെയിറ്റ് എന്നെ സഹായിക്കും. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ ഈ എന്നെ സഹായിക്കുന്ന ഈ പേപ്പർ വെയിറ്റിനെ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഈ സഹോദരൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മുമ്പിലിരിക്കുന്ന സഹോദരൻ 2 കൈ നീട്ടിട്ട് ഈ പേപ്പർ വെയിറ്റിനെ പൊന്നുപോലെ സ്വീകരിച്ച് ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ചു. ഞാനൊരു വിലയില്ലാതെ അവിടെ വെച്ചിരുന്ന ഞാൻ എന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞു. വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇതിനെ ഞാൻ വലിച്ചെറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ സഹോദരൻ്റെ കയ്യിലിരിക്കുമ്പോഴുള്ള ആ സ്നേഹവും ആനന്ദവും ഒക്കെ അനുഭവിക്കാൻ പറ്റുമായിരുന്നോ?
ഇല്ല. അപ്പോൾ വലിച്ചെറിയപ്പെടൽ എന്തായി മാറി? കൂടുതൽ സന്തോഷമായി മാറി. ഇനി ചിന്തിക്ക്, ഞാൻ ഈ ഉയർത്തി കാണിക്കുന്ന ഈ പേപ്പർ വെയിറ്റ് ഉണ്ടല്ലോ, ഇത് എൻ്റെയും നിങ്ങളുടെയുമായ പ്രതീകമാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഭർത്താവ്, ഭാര്യ ചിലപ്പോൾ വലിച്ചെറിഞ്ഞെന്ന് വരാം. നീ വലിച്ചെറിയപ്പെട്ടു എന്ന് വരാം, താഴ്ത്തിക്കെട്ടിയെന്ന് വരാം, കുറ്റപ്പെടുത്തിയെന്ന് വരാം. എന്നാലും ഞാൻ ഇത്രയും ഉപകാരം ചെയ്ത് സ്നേഹിച്ച് വളർത്തിയ ആ മകൻ, ആ മകള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. വിഷമിക്കാനില്ല. ആരെല്ലാം ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ നിന്നെ വലിച്ചെറിഞ്ഞാലും വലിച്ചെറിയുന്ന സമയങ്ങളിൽ നീ വേദനയിലേക്കല്ല, കർത്താവിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത് എന്ന തിരിച്ചറിവ് നിനക്കൊണ്ടാണ്. ഒത്തിരി നല്ല ധ്യാനമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ധ്യാനിച്ച് പോയവരാണ്. ഞങ്ങൾ ഇത്രയും ജീവിതകാലം അത്രയും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ടാണ് ഇങ്ങോട്ട് ഈ പ്രാവശ്യം വന്നത്. മക്കളുമായിട്ട് ഒരുമിച്ച് കുടുംബം ഒന്നിച്ച് വന്ന് ധ്യാനം കൂടാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ കുറവുകളുള്ളത് കൊണ്ടാണ് കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പാപത്തിൻ്റെ കണക്കുകൾ ഓർത്തിരിക്കാത്തവനാണ് കർത്താവ്. നിങ്ങൾ എന്ത് പാപം ചെയ്തുവോ, എത്രമാത്രം കർത്താവിന് നിങ്ങളുടെ പാരമ്പര്യങ്ങൾ മൂലമൊക്കെ ദ്രോഹിച്ചുവോ, ഇതൊന്നും ഓർത്തിരുന്ന് കണക്ക് ചോദിക്കാത്ത കർത്താവ് കണക്കറിയാത്ത കർത്താവാണ്, അല്ലെങ്കിൽ യുക്തിബോധമില്ലാത്ത കർത്താവ്. അതായത് നമ്മൾ എന്തൊക്കെ പാപം ചെയ്തിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുവോ എല്ലാം മറന്ന് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കാണിക്കാനാണ് കർത്താവിന് ഈ കുറവ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏത് മേഖലയിൽ നിങ്ങൾക്ക് പാപത്തിൻ്റെ മേഖലയിൽ കടന്നു വന്ന് രോഗിയായുവോ പേടിക്കാനില്ല. കാരണം കർത്താവ് ഈ കുറവുകളുള്ളവനാണ്. അതുകൊണ്ട് കർത്താവിനോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. ബൈബിൾ കാണിച്ചു തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹം അത്രയേറെ വിലയറ്റ സ്നേഹമാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 30-18. ഏശയ്യാ 30-ാം അധ്യായം 18-ാം തിരുവചനം. ഈ വചനം കൂടെ നമുക്കൊന്ന് വായിക്കാം. 30-18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ്? അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. എന്തിനാണ് കാത്തിരിക്കുന്നത്? ഔദാര്യം കാണിക്കാൻ, കാരുണ്യം പ്രദർശിപ്പിക്കാൻ. അപ്പോൾ ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതിനാൽ നമ്മോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. കാരുണ്യം ചൊരിയാൻ, അവൻ കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കാരുണ്യം കാണിക്കുന്ന, ഔദാര്യം കാണിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ജീവിതം എന്ന് പറയുന്നത്.
ദൈവമാണെങ്കിൽ എന്നെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നിത്യജീവനുണ്ടാകാൻ തോന്നി, നിത്യജീവനുണ്ടാകാൻ തോന്നി എന്ന് ഓർമ്മിപ്പിക്കുക. എങ്ങനെ പുള്ളി ഓർമ്മിപ്പിക്കണമെന്നറിയോ? ഞാനിങ്ങനെ ടോപ്പിൽ ഇങ്ങനെ നിൽക്കണ കാലത്ത് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ, അന്തോണി നിനക്ക് ക്ഷീണമുണ്ടല്ലോടാ, നിന്റെ ചോരയൊന്ന് പരിശോധിക്കണല്ലോ. ചോരയൊന്ന് പരിശോധിച്ചു. അപ്പൊ ദൈവം ടിങ്, പ്രമേഹം. എനിക്ക് മനസ്സിലായില്ല. നീ ഈ ലോകത്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ളവനല്ല എന്ന് ഒരു രോഗം തന്ന് ആദ്യമായിട്ട് കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ പൊട്ടനായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പേര് ശാന്തി, എൻ്റെ മോളാണ്. എൻ്റെ മോളുടെ പേര് നിമ്മി ജോസ്. ഞങ്ങളുടെ ഇടവക മൈലമ്പള്ളി ഇടവകയാണ്, പാലക്കാട് മൈലമ്പള്ളി ഇടവകയാണ്. ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്നാണ് വരുന്നത്. ധ്യാനം കൂടി വളരെ മനസ്സിന് ഒത്തിരി സന്തോഷമാണ്. ഈശോ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഈശോ എല്ലാ കാര്യവും ഞങ്ങൾക്ക് ചെയ്തു തരും. എല്ലാ നിയോഗങ്ങൾക്കുള്ള എല്ലാ കാര്യവും ചെയ്തു തരും. അപ്പൊ അവന്റെ മുറിവിനാൽ എനിക്ക്, എൻ്റെ യേശുക്രിസ്തുവിന്റെ കുരിശിലെ പീഡാനുഭവ യോഗ്യതയാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല. കടഭാരം. അവൻ സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വചനം കണ്ടുപിടിക്കണം. എൻ്റെ പേര് ആൻ്റണി. ഞാൻ മുണ്ടമ്പലിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് നടുവേദനയായിരുന്നു 10 വർഷമായിട്ട്. പല ഹോസ്പിറ്റലിലൊക്കെ പോയി, വലിയ കുറവൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ നടുവേദന മുഴുവനായിട്ട് മാറി. വളരെ സന്തോഷമായിട്ട് പോകാൻ ഇരിക്കുകയും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ദൈവം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എവർ ലാസ്റ്റിംഗ് ലവ് എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക. എൻ്റെ പേര് ബിൽബി. എൻ്റെ വീട് പാലാ രൂപതയിൽപ്പെട്ട കളത്തക്കുടവിലാണ്. ഈ ഡിവൈൻ ധ്യാനത്തെ കേട്ട് അറിഞ്ഞതുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. നല്ല ആത്മീയമായ ഉണർവ് എനിക്ക് കിട്ടി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെ സ്വാധീനിക്കുന്ന ഒരു ധ്യാനമായിരുന്നിത്. നല്ല അനുഭവമായിരുന്നു, ദൈവാനുഭവം. ഞാൻ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പനക്കലച്ചനെയും തടത്തലച്ചനെയും നായ്ക്കമ്പറവച്ചനെയും ഒത്തിരി ആശംസകൾ അറിയിക്കുന്നു. നിന്റെ തിരിച്ചു വരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മാസങ്ങളും വർഷങ്ങളും ഒരു പ്രശ്നമല്ല. ഏത് പാവവും ദൈവം ക്ഷമിക്കും. ഏലിയ താഴ്വാരം വിട്ട് മല കയറി. ഈ ലോകമെന്ന താഴ്വാരം, ജഡത്തിന് ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവത്തിൻ്റെ അഹന്ത, ഇതൊക്കെ ലോകത്തിൻ്റേതാ. പാപം, ദുശ്ശീലങ്ങൾ, അശുദ്ധി, അനുസരണക്കേട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
വിശ്വാസക്കുറവ്, പ്രാർത്ഥനയില്ലായ്മ, വെറുപ്പ്, വൈരാഗ്യം, നിരാശ, ദുഃഖം, പാപകരമായ കൂട്ടുകെട്ടുകൾ നിന്നിലുണ്ടോ? വിടുക. ആരാധന ആരാധന യേശുവേ ആരാധന. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിലായിരിക്കുകയാണ്. നമുക്കറിയാം, മാനുഷികമായിട്ടുള്ള മറ്റേത് സ്നേഹത്തേക്കാൾ അധികമായിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഈ ആഴ്ചയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. കാരണം മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഈ ആഴ്ചയിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ തിരുമുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ അവിടുത്തെ വചനത്തിലൂടെ സ്നേഹം അനുഭവിക്കുകയായിരുന്നു, സ്നേഹം ആസ്വദിക്കുകയായിരുന്നു, സ്നേഹം സ്വന്തമാക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം നിറയുമ്പോൾ ആ നിറയുന്ന സ്നേഹം ഇനി കൂടുതൽ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം യേശു നടന്ന വഴികളിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും. അവിടെ ഒന്നും മനസ്സ് പതറാതെ, അസ്വസ്ഥപ്പെടാതെ, നിരാശപ്പെടാതെ, കുറ്റപ്പെടുത്താതെ ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിത സഹനത്തിനും ബുദ്ധിമുട്ടിനും രോഗങ്ങൾക്കെല്ലാം വലിയ വിലയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിത സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് അതിലൂടെ കർത്താവ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ, വലിയ വില നേടിയെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നതിനെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ നടന്ന വഴിയിലൂടെ നടക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ തിക്ത അനുഭവങ്ങളും നൊമ്പരങ്ങളും എൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളത് കാഴ്ചവെക്കും. നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. അതായത് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ലഭിച്ചതായിട്ടുള്ള ആ ഒരു ദൈവസ്നേഹ അനുഭവം, ആ ദൈവസ്നേഹ അനുഭവം ഇനി നമ്മളിലൂടെ അനേകർക്ക് കൊടുത്തുകൊണ്ട് അനേകരെ ഈ ദൈവസ്നേഹാനുഭവത്തിൽ ചേർത്ത് പിടിച്ച് അവരെ നമുക്ക് രക്ഷയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് ഇനിയുള്ള നാളുകളിൽ നമുക്ക് ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിലേക്ക് അനേകരെ പറഞ്ഞു വിടുന്ന, അങ്ങനെ അവരും നമ്മളെപ്പോലെ ദൈവസ്നേഹ അനുഭവത്തിൻ്റെ തീഷ്ണത സ്വന്തമാക്കുന്ന ആ ഒരു നിറവിലേക്ക് അനേകരെ ആനയിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ആഴ്ചകൾ സാധിക്കട്ടെ. എല്ലാ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞായറാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ എല്ലാ ആഴ്ചയിലും ധ്യാനം. ഈ ധ്യാനത്തിലേക്ക് അനേകരെ പറഞ്ഞുവിടുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.